കൊല്ലത്ത് യുവതിയെ കാറിടിച്ചു കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ്. നാളെ കസ്റ്റഡി അപേക്ഷ നൽകാനാണ് തീരുമാനം. കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം പ്രതികളുമായി തെളിവെടുപ്പ് നടത്തും. പ്രതിയായ അജ്മലിന്റെ ലൈസൻസ് ഉടൻ സസ്പെൻഡ് ചെയ്യും. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി. പ്രതികളുടെ സാമ്പത്തിക ഇടപാടുകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. അപകടശേഷം വാഹനം നിർത്താതെ പോയ പ്രതികളെ നാട്ടുകാർ പിന്തുടർന്ന് പിടികൂടുന്ന ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. ദിലീപ് ദേവസ്യ നൽകും വിവരങ്ങൾ. ദിലീപ് ദേവസ്യ, തിരുവോണ ദിവസം വൈകിട്ട് 5:45 എന്താണ് സംഭവിച്ചത് എന്നതും പിന്തുടർന്നതും അടിച്ചതും പരിചയമില്ലാത്ത വീട്ടിൽ ഓടിക്കയറിയതും അവിടെ ഈ ശ്രീകുട്ടിയെ ഉപേക്ഷിച്ചിട്ട് അജ്മൽ മതിൽ ചാടിക്കടന്ന് പോയതും ഒക്കെ ദിലീപ് അവിടെ തന്നെ പോയി ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കിയത് നമ്മൾ രാവിലെ മുതൽ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ അന്വേഷണവും ഒപ്പം തെളിവെടുപ്പും മറ്റു കാര്യങ്ങളുമൊക്കെ എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോവുക? സുജയ, ഈ കേസിൽ കസ്റ്റഡിയിലിരിക്കെ ഡോക്ടർ ശ്രീകുട്ടി പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞത് തൻ്റെ പക്കൽ നിന്ന് സ്വർണ്ണമടക്കം 8 ലക്ഷം രൂപ അജ്മൽ കൈപ്പറ്റിയിരുന്നു എന്ന് പറഞ്ഞിരുന്നു. ഇതിൻ്റെ സത്യാവസ്ഥ അറിയുന്നതിന് വേണ്ടി അന്വേഷണ സംഘം ഇരുവരുടെയും ബാങ്ക് വിശദാംശങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഇത് പരിശോധിക്കുകയും വേണം. മാത്രമല്ല 8 ലക്ഷം രൂപ അതിൻ്റെ അടക്കമുള്ള സ്വർണ്ണങ്ങളെല്ലാം തന്നെ ശ്രീകുട്ടിയുടെ വിവാഹത്തിന് ഉപയോഗിച്ചതായിരുന്നു. ഇത് മാത്രമല്ല 2 മാസത്തെ പരിചയം കൊണ്ട് ഇത്രമേൽ സ്വർണവും പണവും എങ്ങനെ അജ്മലിന് നൽകി, ഇതിൽ ലഹരി ഇടപാടുണ്ടോ, ഇവർ ലഹരി ഉപയോഗിച്ചിരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളടക്കം വലിയൊരു മാഫിയയുടെ കെട്ടഴിക്കാൻ വേണ്ടി അന്വേഷണ ഉദ്യോഗസ്ഥർ ഇവരെ കസ്റ്റഡിയിൽ വാങ്ങാൻ വേണ്ടി അപേക്ഷ സമർപ്പിക്കുന്നുണ്ട്. നാളെയാണ് അപേക്ഷ സമർപ്പിക്കുക. മറ്റൊന്ന്, ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ വാഹനം ഓടിച്ച്, അതായത് മനസാക്ഷിക്ക് നിരക്കാത്ത തരത്തിൽ വാഹനം ഓടിച്ച് ഒരു കൊലപാതകം നടത്തി എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിൽ വാഹനം ഓടിച്ച അജ്മലിൻ്റെ ലൈസൻസ് റദ്ദ് ചെയ്യുന്നതിന് വേണ്ട നടപടികൾ ഇനിയുള്ളതാണ്. അതിന് മോട്ടോർ വാഹന വകുപ്പ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഒന്നുള്ളത് ഇവരുടെ കസ്റ്റഡി അപേക്ഷയുടെ കാര്യങ്ങൾ, അത് നാളെയാണ് ഇത് നടത്തുന്നത്. പിന്നെ കുട്ടിയുടെ അമ്മ കുഞ്ഞുമോളുടെ മക്കൾ ഇന്ന് പ്രതികരിച്ചിരുന്നു. കുഞ്ഞുമോളുടെ മക്കൾ പറഞ്ഞത് അമ്മയ്ക്ക് പകരമാകില്ല മറ്റൊന്നുമാണ്. ഈ വാഹനം ഓടിച്ച അജ്മലിനെതിരെ കർശന നടപടി സ്വീകരിക്കണം. ഈ വാഹനത്തിലുണ്ടായിരുന്ന ഡോക്ടർ മര്യാദ കാണിച്ചിട്ടില്ല എന്നും പറയുന്നു. അതായത് ഡോക്ടർ ഇറങ്ങി ഒരു പ്രാഥമിക ചികിത്സ നൽകിയിരുന്നെങ്കിൽ ആ അമ്മയെ തങ്ങൾക്ക് തിരിച്ചു കിട്ടുമെന്നും ഈ മക്കൾ പറഞ്ഞു. ദിലീപ് ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്.